അങ്ങനെ ന്യൂസിലൻഡ് സെമി ഫൈനലിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൗത്ത് ആഫ്രിക്ക സെമി ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 170 റണ്ണെടുത്തു. തുടക്കം തകരുവായിരുന്നു. മില്ലറിനും മാക്രത്തിനും മാർക്കോ യാൻസനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവർ ടോപ്പ് ഓർഡർ തകർന്നു. പിന്നെ മാർക്കോ യാൻസനാണ് ഒരു പരിധിവരെ ചിലെങ്കിലും ചെറുത്തു നിന്നത്. ആദ്യം 150 പോലും എടുക്കുമെന്ന് തോന്നിയതല്ല. 77 4 വിക്കറ്റ് പോയായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ന്യൂസിലൻഡ് 12 ഓവറിൽ തന്നെ വിജയലക്ഷ്യം പൂർത്തിയാക്കി. ഫിനാലൻ സെഞ്ചുറി പൂർത്തിയാക്കി. ലോകകപ്പിലെ ഒരു താരം നേടുന്ന ഏറ്റവും കുറഞ്ഞ പന്തിൽ നിന്ന് സെഞ്ചുറി അടിച്ച 33 പന്തിൽ നിന്ന് സെഞ്ചുറി അടിച്ചു. രോഹിത് ശർമ്മയുടെ റെക്കോർഡാണ് തകർത്തത്. ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി അടിക്കുന്ന താരം എന്ന റെക്കോർഡും ലോകകപ്പിൽ ആദ്യമായിട്ട് ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി അടിക്കുന്ന ആദ്യ താരമായി മാറി. ഇന്നത് ഓപ്പണർമാർ രണ്ടുപേരും ഫിറ്റ് അടിച്ചു. പിന്നെ സച്ചിൻ രവീന്ദ്ര 13 റണ്ണും എടുത്തു. പിന്നെ സെഞ്ചുറി അടിക്കൂ. ഒരു വിക്കറ്റ് 9 വിക്കറ്റ് തന്നെ ന്യൂസിലൻഡ് 12.1 ഓവറിൽ കളി ജയിച്ചു. ഇപ്പം നാളെ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ ജയിക്കുന്ന ആളായിട്ട് ന്യൂസിലൻഡ് ഏറ്റുമുട്ടും. അപ്പം നാളത്തെ ക്രിക്കറ്റ് വിശേഷമായി നാളെ വരാം. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.